ഹായ് ഫ്രണ്ട്സ്. ഹലോ, വിജ്ഞാന വിനോദത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജിനു ജോസഫ്. ജുബി ജെയിംസ്. ആ, ജുബി, നമ്മൾ സാധാരണ ഈ യൂട്യൂബിലൊക്കെ കാണുമ്പോഴേ കുറെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറില്ലേ? അതായത് മെയിൻലി പക്ഷേ അത് സിനിമ ബേസ്ഡ് അല്ലെങ്കിൽ മ്യൂസിക് ബേസ്ഡ് ഒക്കെ ആയിരിക്കും ആൾക്കാർ കാണാതെ. പക്ഷെ നമ്മൾ സയൻസ് ബേസ്ഡ് അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ഇല്ല, റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ പോലെ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ച് ഇങ്ങനത്തെ ഒരു വീഡിയോ അങ്ങ് തുടങ്ങിയാലോ. അതായത് ഒരു നല്ല രസമായിരിക്കും. കാരണം നമ്മള് സാധാരണ ഈ വീഡിയോസ് സയൻസ് കാണാറുണ്ട്, പക്ഷെ അതൊരു മോണോട്ടോണസ് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ജസ്റ്റ് വോയിസ് ഓവർ കൊടുത്തിട്ട് വീഡിയോസ് ഉണ്ടാക്കുന്ന അങ്ങനെ നമ്മളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ അങ്ങനെ ഒരു വീഡിയോ ഇപ്പൊ നമ്മൾ സാധാരണയായിട്ട് നല്ലൊരു ഇൻഫർമേഷൻ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മൾ ബേസിക്കലി ഇംഗ്ലീഷ് വീഡിയോസ് ആണ് മെയിനായിട്ട് കാണാം. കാരണം അവരുടെ കണ്ടന്റ് ഒക്കെ ഭയങ്കര സ്റ്റാൻഡേർഡ് ഉണ്ടാവും. പിന്നെ കുറച്ചും കൂടി വിശ്വാസയോഗ്യമായ കുറെ ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള ഇതുണ്ട്. കുറെ റിസർച്ച് ഒക്കെ ചെയ്തിട്ടായിരിക്കും അവര് ഓരോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതെ, ഇപ്പം നാസന്റെ വീഡിയോ നമുക്ക് കാണാം. നാസ ഇംഗ്ലീഷ് ആണ്. ഇപ്പൊ ISR ആണ് ഇംഗ്ലീഷ്, ഹിന്ദി. പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ കുർസിക്കാറ്റ്, അതിന്റെ പേര് എനിക്കറിയത് കിട്ടുന്നില്ലടി. ആ ഒരു നമ്മൾ സാധാരണ കാണാറുള്ളതാണ്, പക്ഷെ അതിന്റെ ഒരു അതെന്തോ ഒരു ജർമ്മൻ പേരാണ്. എന്നാണ് അതിന്റെ പേര്. അപ്പം ഞങ്ങൾ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ആ ഒരു വീഡിയോ നമ്മൾ കാണുമ്പം അത് നമുക്ക് ചെറിയൊരു വീഡിയോ ആണ്, ഒരു 10 മിനിറ്റിന്റെ വീഡിയോ ആയിരിക്കും അത്. അപ്പൊ നമ്മളത് കണ്ടിട്ട് ആ വീഡിയോന്റെ ഒരു ഡിസ്കഷൻ നമുക്ക് എന്താണ് മനസ്സിലായത് നമുക്ക് അതിനായിട്ട് പറയാം. നമുക്ക് റിയാക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം സയൻസ് റിയാക്ഷൻ ചെയ്യാം, പക്ഷെ നമ്മൾ ജസ്റ്റ് അതിനെ ഡിസ്കസ് ചെയ്യാം. എന്താണ് നമുക്ക് അതിനകത്തുനിന്ന് ഇൻപുട്സ് കിട്ടിയത്, അപ്പം എന്താണ് മനസ്സിലായത്, അല്ലെങ്കിൽ എത്ര ഇൻട്രസ്റ്റിംഗ് വേയിൽ നമുക്കത് എന്താ പറയാ ഡിസ്കസ് ചെയ്യാൻ പറ്റും, അതിനകത്ത് നിന്ന് എന്തൊക്കെ പോയിന്റ്സ് നമുക്ക് കിട്ടിയത്. അതെ, നമുക്ക് മനസ്സിലായേ ഇപ്പൊ നമ്മൾ മനസ്സിലായ കാര്യങ്ങൾ കറക്റ്റ് ആണെന്ന് കാണുന്നവർ പറയട്ടെ. അതെ, കമന്റ്സിലൂടെ. അപ്പം നമുക്കെന്നാ തുടങ്ങാം. നമ്മൾ ഇന്ന് ആദ്യം സെലക്ട് ചെയ്തേക്കുന്ന ഒരു വീഡിയോ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഏലിയൻ ലൈഫ്. ഏലിയൻസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇംഗ്ലീഷ് മൂവീസ് കാണാത്തവർ വരെ എനിക്ക് തോന്നുന്നു ആ ഏലിയൻസ് ഉള്ള മൂവീസ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഇഷ്ടമായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ അവതാർ വരെ ഇപ്പം വന്നു. ഇപ്പൊ നമ്മൾ അവതാർ കാണാൻ പോയി, അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇൻഡിപെൻഡൻസ് ഡേ നമുക്ക് ഇഷ്ടമുള്ള സിനിമയാണ്. അതെ, പഴയ പടങ്ങളാണ് ഇപ്പോഴും നമ്മളിരുന്ന് കാണുന്ന സിനിമ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനത്തെ സിനിമകളൊക്കെ എല്ലാവർക്കും ഭയങ്കര താല്പര്യമുള്ളതാണ്. പക്ഷേ ഏലിയൻസിനെ കണ്ട് എന്നുള്ളൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും നമുക്ക് നല്ലതാണ്. അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ആയിരുന്നു അവർ ചെയ്തത്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് നോക്കാം. അതിനിടെ നമുക്ക് ആ വീഡിയോ തുടങ്ങാം. വൈ ഏലിയൻ ലൈഫ് വുഡ് ബി അവർ ഡൂം. ഫസ്റ്റ് വീഡിയോ എങ്ങനെയാ നോക്കാം. ഓക്കെ, സ്റ്റാർട്ട്. Imagine NASA announced today that they found aliens. Bacteria on Mars, weird alien fish in the oceans of Europa, and also ancient alien ruins on Titan. Wouldn't that be great? Well, no. It would be horrible news. Devastating even. It could mean that the end of humanity is almost certain and that it might be coming soon. Why? Why would the most exciting discovery of our lifetime be bad? Kurzgesagt. അപ്പൊ അതിന്റെ പേര് കിട്ടി. നിനക്ക് ഇപ്പം നാളെ ഒരു പദ്ധതി വാർത്ത വരിക, ഓക്കെ, നമ്മുടെ നാസ അല്ലെങ്കിൽ ISRO ഏതായാലും സ്പേസ് ഏജൻസി ആയാലും അവര് ഇങ്ങനെ ഒരു വാർത്ത ഇട്ടേക്കാണ്. അവർക്ക് ലൈഫിനെ പറ്റി ഒരു ഇമ്പോർട്ടന്റ് ന്യൂസ് ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ, നമ്മളെ പോലെ വലിയൊരു സിവിലൈസേഷൻ ആയിരിക്കത്തില്ല, പക്ഷെ ലൈഫ് ഉണ്ട്. ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു ഫിഷിനെ കണ്ടു, അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളെ കണ്ടു. അപ്പൊ എന്തായിരിക്കും മനസ്സിൽ തോന്നുന്നത്? ഒബ്വിയസ്ലി ക്യൂരിയസ് ആയിരിക്കും, സർപ്രൈസ്ഡ് അല്ല, പക്ഷെ നമ്മുടെ ചിന്തകൾ 2 രീതിയിൽ പോകും. വെദർ ഇറ്റ് ഈസ് ഒരു ഡിസ്ട്രക്റ്റീവ്, നമുക്കത് നല്ലതായിരിക്കോ അതോ മോശമായിരിക്കോ, ആ ഒരു എന്താ പറയാ എപ്പോഴും നമ്മൾ കാണുന്നത് ഓക്കെ ദേ ആർ കമ്മിങ് ഹിയർ ടു ടേക്ക് ദ റിസോഴ്സസ് ഓഫ് എർത്ത്, അല്ലെങ്കിൽ നമ്മളെ യൂസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ സ്ലേവ്സ് വല്ലതും ആക്കാനാണോ, അല്ലെങ്കിൽ നമ്മുടെ ഇന്റലിജൻസ് എടുക്കാനാണോ, അങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങനെയും വരാം. പക്ഷേ
പക്ഷേ നമ്മുടെ രീതി നമ്മൾ നോക്കുവാണെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരു സിവിലൈസേഷൻ അങ്ങനെ കണ്ടെത്തുവാണെങ്കിൽ നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നമ്മുടെ ഒരു ഡിസ്ക് ഉണ്ടല്ലോ, വി ഹാവ് എ ഡിസ്ക് നോ സംവെയർ, ആരെങ്കിലും അത് കേൾക്കുവാണെങ്കിൽ നമ്മുടെ വോയേജറില് അതന്നെ നമ്മുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഗോൾഡൻ റെക്കോർഡ്. അപ്പം അത് നമ്മുടെ ഒരു നമ്മൾ ഫ്രണ്ട്ലി ടേംസിലല്ലേ നമ്മളൊന്നും അറിയിക്കാൻ വേണ്ടി നമ്മൾ അയച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു തോട്ട് ലെവൽ വരുവാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ഗ്രേറ്റ് അല്ലേ. ചിലപ്പോ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ അയച്ചു, അത് കണ്ടുപിടിച്ച ഒരു ഏലിയൻ സിവിലൈസേഷൻ അത് കണ്ടെത്തി, അത് മനസ്സിലാക്കി ഡീകോഡ് ചെയ്തു തിരിച്ചു വന്നു. വീഡിയോസിൽ നമ്മളത് സംസാരിച്ചിട്ടുണ്ട്. അത് അങ്ങനെ കണ്ടുപിടിച്ച് നമുക്ക് തിരിച്ചു വരുന്നത് ചിലപ്പം നമുക്ക് നല്ലതാണോ എന്ന് അറിയത്തില്ല, പറയാൻ പറ്റില്ല. അവര് കാത്തിരിക്കുമായിരിക്കും ഇങ്ങനെ ഒരു ആളുണ്ടോ എന്തെങ്കിലും കിട്ടാൻ. പക്ഷെ എല്ലാരും മനുഷ്യരെ പോലെ അത്രയും ക്രൂവലാണെന്ന് നിർബന്ധമില്ല, പല രീതിയിലായിരിക്കും. ബോത്ത് വേസ്. എനിക്കൊരു ചെറിയ ഹാപ്പിനെസ് ആയിരിക്കും, കാരണം നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ എന്നുള്ള ഒരു ചിന്ത. പേടിയുണ്ടോന്ന് വെച്ചാൽ ഉണ്ടാവുമായിരിക്കും കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇറ്റ് ഈസ് എ പോസിറ്റീവ്, സംതിങ് പോസിറ്റീവ്. നമ്മൾ നമ്മുടെ ലൈഫ് ടൈമിൽ കേൾക്കാത്ത ഒരു അതിന് വരുന്ന ഒരു ഭാഗ്യമല്ലേ അല്ലേ. അതൊരു ഭാഗ്യമാണ്. അതിന് എന്തോരം ആഫ്റ്റർ എഫക്ട് ഉണ്ടാവും. അത് ഭയങ്കര ഒരു പൊളിറ്റിക്കലി അല്ലെങ്കിൽ റിലീജിയസ്ലി അതിനൊക്കെ ഭയങ്കര എഫക്ട്സ് ഉണ്ടാവും. നമ്മുടെ ഇപ്പോഴത്തെ ജീവിച്ചു പോകുന്ന സാഹചര്യം എല്ലാം മാറ്റിമറിക്കും. നമ്മുടെ ബേസിക്കലി നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് മാറും. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. ഇവരെന്താണ് പറയാൻ പോകുന്നത് നോക്കാം. Let us imagine the development of life from its inception to us today as a flight of stairs. The first step is dead chemistry that needs to assemble itself into self-replicating patterns, stable and resilient, but also able to change and evolve. The second step is for our early life to become more complex, able to build more complicated structures and use the available energy much more efficiently. On the next step, these cells combine to become multicellular beings, enabling unbelievable variety and further complexity. The step above sees the species evolve big brains, enabling the use of tools, culture, and shared knowledge, which creates even higher complexity. The species can now become the dominant life form on its planet and change it according to its needs. First, shy attempts to leave its planet are happening. This is where we are now. It's in the nature of life as we know it to reach out, to cover every niche it can. And since planets have a limited carrying capacity and lifespan, if a species wants to survive, it will look for more places to spread to. So the steps above the current ones seem logical. Colonize your own solar system, then spread further to reach other stars. To the possible final step, becoming a galaxy-wide civilization. It's very likely that this is a universal principle for civilizations, no matter where they're from. If a species അടുത്തത് ഇത് നമ്മള് വായിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ പേര് എനിക്ക് തോന്നുന്നത് എന്താ, കർദാഷേവ്സ്കി അങ്ങനെ ഉണ്ടാകുന്ന തോന്നുന്നു. ഇതായത് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് സിവിലൈസേഷന് പല രീതിയിലുള്ള, അതായത് നമ്മളിപ്പം ഉദ്ദേശിക്കുന്ന ഭൂമിയിലെ സിവിലൈസേഷൻ അല്ല കേട്ടോ, ഇൻഡസ് വാലി അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, മെസൊപ്പൊട്ടേമിയ അങ്ങനത്തെ അല്ല. യൂണിവേഴ്സിൽ ഒരു സിവിലൈസേഷൻ എന്ന് വെച്ചാൽ ഒരു ലൈഫ് എങ്ങനെയൊക്കെ വലുതായി മാറാം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ഫസ്റ്റ് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളെപ്പോലെ തന്നെ ഭൂമി അല്ലെങ്കിൽ അവരുള്ള പ്ലാനറ്റ് അവര് അതിലെ റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഇവിടുത്തെ റിസോഴ്സസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പം സോളാർ എനർജി നമ്മൾ ഭൂമിയിൽ വരുന്നുണ്ട്, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ അവിടെ പോയിട്ട് അതിനെടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ പ്ലാനറ്റ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ, അതായത് ഈ ഭൂമി അല്ലെങ്കിൽ ആ ഗോളത്തില് അല്ലെങ്കിൽ ആ ഗ്രഹത്തില് ജീവിക്കുന്ന ആൾക്കാർ. പിന്നെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ അത് മര്യാദ വരുമ്പോൾ ആ സ്റ്റാറിന്റെ എനർജി യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതായത് അതായത് ആ സോളാർ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ആ സ്റ്റാർ സിസ്റ്റത്തിൽ ഉള്ള ഗ്രഹങ്ങളിലൊക്കെ അതായിരിക്കും. നമ്മളിപ്പം മാർസിലായിട്ട് ആളെ അയക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അതിന്റെ എക്സാമ്പിൾ ഉണ്ട്. നമ്മള് മാർസിലോട്ട് ഇപ്പം എലോൺ മസ്ക് വരുന്ന 2030 2026 ആകുമ്പോഴേക്കും പുള്ളിക്കാരൻ അവർ പോവാണ് മാർസിലേക്ക് കോളനൈസ് ചെയ്യാൻ പോവാണ്. അതിന്റെ ഒരു സ്റ്റാർട്ടിങ്. അപ്പൊ നെക്സ്റ്റ് ഒരു സിവിലൈസേഷന്റെ ഒരു സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ വരുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പൊ അതാണ് ഒരു സെക്കൻഡ്, അതായത് ടൈപ്പ് 2 എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ പ്ലാനറ്ററി ആ സിസ്റ്റത്തിനുള്ളിലുള്ള എനർജി യൂസ് ചെയ്യുന്നത്.
അതും മര്യാദ വരുമ്പോഴാണ് നമ്മൾ ബാക്കി സ്റ്റാർസ്, അതായത് ഗാലക്സി വൈഡ് നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത്. അതാണ് ടൈപ്പ് 3 സിവിലൈസേഷൻ. അതാണ് ആ സ്കെയിൽ പറയുന്നത്. എനർജി യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ബേസിക്കലി അവര് ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ എനർജി യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പ്ലാനറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആ സോളാർ സിസ്റ്റം ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഗാലക്സിയിലുള്ള സ്റ്റാർസ്, മറ്റ് സ്റ്റാറുകളിലായിട്ടുണ്ട്. അതിനെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത്. Is competitive and driven enough to take control over its planet, they'll probably not stop there. We know that there are up to 500 billion planets in the Milky Way, at least 10 billion Earth-like planets. Many have been around billions of years longer than Earth. But we're observing 0 galactic civilizations. We should be able to see something, but there's nothing. Space seems to be empty and dead. This means something is preventing living things from climbing the staircase beyond the step we're on right now. Something that makes becoming a galactic civilization extremely hard, maybe impossible. This is the Great Filter, a challenge or danger so hard to overcome that it eliminates almost every species that encounters it. There are 2 scenarios. One means we are incredibly special and lucky. The other one means we are doomed and practically already dead. It depends on where the filter is on our staircase. Behind or ahead of us. Scenario 1. The filter is behind us. We are the first. If the filter is behind us, that means that one of the steps we passed is almost impossible to take. Which step could it be? Is life itself extremely rare? It's very hard to make predictions about how likely it is for life to emerge from dead things. There is no consensus. Some scientists think it develops everywhere where the conditions are right. Others think that Earth might be the only living place in the universe. Another candidate is the step of complex animal cells. A very specific thing happened on this step, and as far as we know, it happened exactly once. A primitive hunter cell swallowed another cell, but instead of devouring it, the 2 cells formed a union. The bigger cell provided shelter, took care of interacting with the environment and providing resources, while the smaller one used its new home and free stuff to focus on providing a lot of extra energy for its host. With the abundant energy, the host cell could grow more than before and build new and expensive things to improve itself, while the guest became the powerhouse of the cell. These cells make up every animal on the planet. Maybe there are billions of bacteria-covered planets in the Milky Way, but not a single one, apart from us, has achieved our level of complexity. Or intelligence. We humans feel very smart and sophisticated with our crossword puzzles and romantic novels, but a big brain is, first and foremost, a very expensive evolutionary investment. They are fragile. They don't help in a fistfight with a bear. They cost enormous amounts of energy. And despite them, it took modern humans 200,000 years to get from sharp sticks to civilization. Being smart does not mean you get to win automatically. Maybe intelligence is just not so great, and we're lucky that it worked out for us. Scenario 2. The filter is ahead of us. Plenty of others died already. A great filter before us is orders of magnitude more dangerous than anything we encountered so far. Even if a major disaster killed most of us or threw us back thousands of years, we would survive and recover. And if we can recover, even if it takes 1 million years, then it's not a great filter, but just a roadblock to an eventual galactic civilization. On universal timescales, even millions of years are just the blink of an eye. If a great filter really lies before us, it has to be so dangerous, so purely devastating and powerful that it has destroyed most, if not all, advanced civilizations in our galaxy over billions of years. A really daunting and depressing hypothesis is that once a species takes control over its planet, it's already on the path to self-destruction. Technology is a good way to achieve that. It needs to be something that's so obvious that virtually everybody discovers it, and so dangerous that its discovery leads almost universally to an existential disaster. A large-scale nuclear war, nanotechnology that gets out of control, genetic engineering of the perfect superbug, an experiment that lights the whole atmosphere on fire.
It might be a super intelligent AI that accidentally or purposely destroys its creators. Or things that we can't even see coming right now. Or it's way simpler. Species competitive enough to take over their planet necessarily destroy it while competing with each other for resources. Maybe there are runaway chain reactions in every ecosystem that once set in motion are not fixable. And so once a civilization is powerful enough to change the composition of its atmosphere, they make their planet uninhabitable 100% of the time. Let's hope that that's not the case. If the filter is ahead of us, our odds are really bad. What we can hope for. This is why finding life beyond Earth would be horrible. The more common life is in the universe, and the more advanced and complex it is, the more likely it becomes that a filter is in front of us. Bacteria would be bad, small animals would be worse, intelligent life would be alarming. Ruins of ancient alien civilizations would be horrible. The best case scenario for us right now is that Mars is sterile, that Europa's oceans are devoid of life, and the vast arms of the Milky Way harbor only empty oceans hugging dead continents. That there are billions of empty planets waiting to be discovered and to be filled up with life. Billions of new homes waiting for us to finally arrive. എങ്ങനെയുണ്ട് കൊള്ളാം. ഇത്? Interesting. ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു നമുക്ക് തോട്ട് പ്രൊവോക്കിംഗ് ആണ്. ഇതെനിക്ക് തോന്നുന്നത് നമ്മൾ വായിച്ച പോലെ തന്നെ ഫെർമി പാരഡോക്സ് എന്നായിരിക്കും വരുന്നത്. മീൻസ് ആ ഗ്രേറ്റ് ഫിൽട്ടർ എന്ന സാധനം നമ്മൾ കണ്ടതുപോലെ ഗ്രേറ്റ് ഫിൽട്ടർ എന്ന് പറയുന്നത് വെച്ചാൽ അവർ ഫെർമി പാരഡോക്സ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ ഗാലക്സിയാണ്, ഇത്രയും വലിയ കാര്യങ്ങളും പറയുന്നുണ്ട്. ടെറസ്ട്രിയൽ അങ്ങനെ കാണാൻ പറ്റും, ഇങ്ങനെ പല സോഫ്റ്റ്വെയർസ് ഉണ്ട്. പക്ഷെ എവിടെ ഒന്നും ഒരു തെളിവില്ല. സിനിമയില് നമ്മൾ കാണുന്നതല്ലാണ്ട് നമ്മൾ വേറെ എങ്ങും അങ്ങനെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഒരു എവിഡൻസ് നമുക്ക് അങ്ങനെ പുറത്താരും വിട്ടിട്ടുമില്ല. അങ്ങനെ എവിഡൻസ് ഒന്നുമില്ല. ആൾക്കാർ ചുമ്മാ നമ്മള് കേട്ടിട്ടുണ്ട് പല കാര്യങ്ങള്. സോ ദാറ്റ് ഓൾ കംസ് അണ്ടർ ഫെർമി പാരഡോക്സ്. അതായത് അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ എവിടെ പോയി അവര്? നമ്മൾ ഇത്ര നാളായി, എത്ര കാലമായി നമ്മൾ അവര് പറയുന്ന പോലെ ഭൂമിയിലെക്കാളും വലിയ ഇതൊക്കെ ഉണ്ട്, വേറെ പ്ലാനറ്റ്സ് ഉണ്ട്, ഇതിനേക്കാളും എവോൾവ് ആയിട്ടുള്ള പ്ലാനറ്റ്സ് ഉണ്ട്, ഇതുപോലെ ഭൂമിനെ പോലെ ഹാബിറ്റബിൾ സിസ്റ്റത്തിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ആൾക്കാർ എവിടെ? കാണുന്നില്ല. അപ്പൊ ഗ്രേറ്റ് ഫിൽട്ടർ ശരിക്കും നമുക്ക് പേടിയാണ്. അതായത് നമ്മുടെ പുറകിലാണെങ്കിൽ അവർ പറഞ്ഞ പോലെ, അതായത് നമ്മൾ ഓൾറെഡി ഇപ്പം ചെയ്തു. അതായത് ഇപ്പം അവർ പറഞ്ഞ സത്യമല്ലേ, ലൈഫ് ഉണ്ടാകുന്ന അത്ര ഈസി ഒരു കാര്യമായിരിക്കത്തില്ല. ഇപ്പം നമ്മൾ കെമിക്കൽസ് പഠിച്ച സാധനം, കെമിക്കൽസ് RNA DNA ആകണമെങ്കിൽ RNA ആണല്ലോ ബേസിക് ആയിട്ടുള്ള. RNA ആയി ലൈഫ് മോളിക്യൂൾസ് ആണെങ്കിൽ അമിനോ ആസിഡ്സ് ആണ് തുടങ്ങിയത്. അമിനോ ആസിഡ്സ് ആയി അത് ലൈഫ് ഫോം ആകണമെങ്കിൽ അത് അത്ര ഈസിയുള്ള കാര്യമല്ല. അത് എത്ര, അപ്പൊ അത് ചിലപ്പോ അത് കുറെ കാലം എടുത്തു. ചിലപ്പോ അതൊരു ഫിൽട്ടർ ആയിരിക്കാം. അല്ലെങ്കിൽ പിന്നെ അവർ പറഞ്ഞ പ്രോകാരിയോട്ട് യൂക്കാരിയോട്ട് ആയത്, രണ്ട് പ്രോകാരിയോട്ടിക്സ് ഉണ്ട്. അതുപോലെ നമ്മളിപ്പം കാണാറുണ്ടല്ലോ നോർമൽ ലൈഫിൽ നമ്മൾ സിംബയോട്ടിക് റിലേഷൻഷിപ്സ് ഒക്കെ വെറുതെ ഇങ്ങനെ കാണാറുണ്ട്. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഭയങ്കര മൈക്രോ ലെവലാണ് ഇതൊക്കെ. അതായത് ഒരു സെല്ലിന്റെ ഉള്ളിൽ വേറൊരു സെല്ല് കയറി അത് അതിനുള്ളിൽ നിന്ന് അത് സിംബയോട്ടിക് എനർജി യൂസേജ് ആണ് ആദ്യം യൂസ് ചെയ്ത് ആ സെല്ല് പ്രൊഡ്യൂസ് ചെയ്ത ഇതുകൊണ്ട് യൂക്കാരിയോട്ടിക് സെൽ മീൻസ് അത് ആ മൈറ്റോകോൺട്രിയ അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് സാധനങ്ങൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി കൊണ്ട് മറ്റേ സെല്ല് ജീവിക്കുന്നു. ഇതില്ലാണ്ട് ജീവിക്കാതിരിക്കുന്നു. അത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നു. സോ ദാറ്റ് ടേൺസ് ഇൻടു യൂകാരിയോട്സ്. കുറച്ചും കൂടി കോംപ്ലെക്സ്. അതും ഈസി ആയിരിക്കത്തില്ല. അതിനേക്കാളും കോംപ്ലക്സ് ആണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെ അത് ഭൂമിയിൽ അങ്ങനെ, ലോകത്തിൽ അങ്ങനെ, യൂണിവേഴ്സിൽ അങ്ങനെ ഉണ്ടാണെന്ന് നിർബന്ധം അറിയത്തില്ല. മൂന്നാമത്തെ ഇപ്പം നമ്മളെ പോലെ ഇന്റലിജന്റ് സിവിലൈസേഷൻ അവർ പറഞ്ഞത്, അതിപ്പോ നമ്മുടെ സാപ്പിയൻസ് ബുക്കിൽ പറഞ്ഞ പോലെ ഒരു നോളജ് റെവല്യൂഷൻ വന്നിട്ടുണ്ടെന്നാണ് 70,000 years ago. അത് ഉദ്ദേശിച്ച് അവർ പറയുന്നത് അപ്പോഴാണ് നമ്മുടെ ന്യൂറോൺസിൽ എന്തോ ഒരു സ്റ്റിമുലേഷൻ വന്നിട്ട് നമുക്ക് ചിന്തിക്കാനൊക്കെ ഉള്ള ഒരു കഴിവ് വന്നതാണ്. അപ്പൊ അതാണ് നമ്മളെ ഇത്രയും വലിയൊരു സിവിലൈസേഷൻ ആക്കി മാറ്റിയത്. അതും നമ്മൾ ഓവർ പവർ ചെയ്യുന്നതും ബാക്കി കാര്യങ്ങളെ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാന്നുള്ളത് അത് വേറെ ടോപ്പിക്കാണ് സാപ്പിയൻസ് വെച്ച് നോക്കുമ്പോൾ. പിന്നെ അപ്പം അതൊരു കാര്യം, അതാണ് നമ്മുടെ പുറകിലാണോ എന്നുള്ളൊരു ബുദ്ധി. അടുത്തത് നമ്മൾ മുൻപിലാണോ, അതാണ് ടെൻഷൻ. അപ്പാണ് ഇവര് പറഞ്ഞത് നമ്മൾ പേലി ലൈഫിനെ കാണുവാണെങ്കിൽ, അതായത് നമ്മുടെ യൂണിവേഴ്സിൽ അങ്ങനെ ലൈഫ് ഉണ്ട് എന്നുള്ളത് അത്ര ഈസിയുള്ള കാര്യമാണെങ്കിൽ ഇതുവരെ ഫിൽട്ടർ വന്നിട്ടില്ല. വന്നിട്ടില്ല. അപ്പൊ മുമ്പിലായിരിക്കും ഇനി ഫിൽട്ടർ വരിക. അതായത്
ഇങ്ങനത്തെ സിവിലൈസേഷൻ when we hear these news, no, മാർസിൽ നമ്മൾ വെള്ളം കണ്ടു, ആ മോളിക്യൂൾ കണ്ടു, അല്ലെങ്കിൽ മൈക്രോബ്സിനെ കണ്ടു, അതൊക്കെ ശരിക്കും നമുക്കൊരു നല്ല ന്യൂസ് അല്ല എന്നാണ് പറയുന്നത്. വെള്ളം ഒരു കെമിക്കൽ അല്ലേ, മീൻസ് അതായത് ഒരു ലൈഫുള്ള സാധനമല്ല, പക്ഷെ അതിലുള്ള ബാക്ടീരിയസിനെ ലൈഫുള്ള സാധനങ്ങള്, ജീവനുള്ള സാധനങ്ങളെ കണ്ടു എന്ന് പറയുമ്പോൾ ഇവര് ഈ വീഡിയോ അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ദാറ്റ് ഈസ് നോട്ട് എ ഗ്രേറ്റ് ന്യൂസ് ഫോർ us. അതായത് ലൈഫ് അബണ്ടന്റ് ആയിട്ട് യൂണിവേഴ്സിൽ ഉണ്ട്, പക്ഷേ അതിനർത്ഥം വെച്ച് കഴിഞ്ഞാൽ ആ ഫിൽറ്ററിങ് ഇതുവരെ വന്നിട്ടില്ല. ഈ ഫിൽറ്ററിങ് വന്നിട്ടില്ല, അതിന് ഫിൽറ്റർ വരാനിരിക്കുന്നേ ഉള്ളൂ. അതൊരു ടെൻഷനാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ ഒരു വെച്ച് നോക്കുമ്പോൾ ഇവര് പറഞ്ഞ പോലെ ന്യൂക്ലിയർ വാർസ് ഒക്കെ ഇനി ഉണ്ടാകട്ടോ, പറയാൻ പറ്റത്തില്ല. ഇതിപ്പം ആ ഫിൽറ്റർ ഇനിയിപ്പം ഇവര് പറയുന്ന പോലെ നമ്മൾ ഉണ്ടാക്കിയ ഫിൽറ്റേഴ്സ് തന്നെ ആയിരിക്കാം. കാരണം ഇതിനകത്തെ എക്സാമ്പിൾസ് തന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ എല്ലാം നടക്കുന്നുണ്ട്. ന്യൂക്ലിയർ എല്ലാവർക്കും ഉണ്ട്, പിന്നെ നാനോ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പിന്നെ നമ്മളിപ്പം 2 വർഷം ഇപ്പം നമ്മളെല്ലാരും എങ്ങനെയാണ് ഒരു മൈക്രോ ഓർഗാനിസം, നമ്മളെല്ലാരും എങ്ങനെയാണ് എന്താ പറയുന്നത്, ശരിയാണ്. അങ്ങനത്തെ ഒരു ഓൾസോ ക്യാൻ ഹാപ്പൻ അല്ലേ? അപ്പം എല്ലാരും നശിച്ചു പോയി കഴിഞ്ഞാൽ തീർന്നില്ലേ? അത് ഒരു ഫിൽട്ടർ പോലെയാണ് അവര് പറയുന്നത്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഇനി ഹാപ്പി ആയിട്ട് ഇരിക്കുക. യൂണിവേഴ്സിറ്റി നമുക്ക് എപ്പോഴും പുറത്തോട്ട് നോക്കി നമ്മുടെ പുറത്തെ നല്ല ഇഷ്ടമുള്ള കാര്യമല്ലേ? അതെ, ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനി വരുന്നതാണ്. നിങ്ങൾക്ക് അപ്പം ജിനുവിന്റെ എന്താണ് ഒപ്പീനിയൻ, എന്താണ് ഇതിനകത്ത് ഫിൽട്ടർ വരാനിരിക്കുന്നുണ്ടോ അതോ? പക്ഷെ ഇതുവരെ നമ്മൾ ലൈഫിനൊന്നും കണ്ടിട്ടില്ല. അപ്പൊ കണ്ടിട്ടില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫിൽട്ടർ പാസ് ചെയ്തു എന്നതിന്റെ അർത്ഥം. ഇനി അഥവാ ലൈഫ് കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ അടിക്കില്ല. അപ്പോഴാണ് നമുക്കൊരു ഹിന്റ് കിട്ടുന്നത്, ഓക്കെ ഫിൽട്ടർ നമ്മുടെ മുന്നിലാണെന്നല്ലേ. അതൊരു പേടിപ്പെടുത്തുന്ന. ഈ ന്യൂസ് ഒക്കെ കാണാറില്ലേ, എന്താണ് UFO കണ്ടുന്നൊക്കെയുള്ള? അതെ, UFO ഫിൽട്ടർ അല്ല, എന്തോ ഇങ്ങനെ നമുക്ക് മോളിക്യൂൾസ് കെമിക്കൽസിനെ കണ്ട് അങ്ങനെ അതൊക്കെ ചുമ്മാ. അതൊക്കെ വരുന്നതാന്ന് തോന്നുന്നല്ലേ. ഇപ്പൊ വൈശാഖൻ തമ്പി സാറിന്റെ വൈശാഖൻ തമ്പിന്റെ ഒരു വീഡിയോസിൽ ഒരു UFO പറ്റിയുള്ള ഒരു വീഡിയോയിൽ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, നമ്മള് UFO കണ്ടു എന്ന് പറയുന്ന ആൾക്കാരല്ലേ, ബേസിക്കലി അവര് അങ്ങനെ പുള്ളിക്കാരൻ പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് എത്ര പേര് ആകാശത്തേക്ക് നോക്കാറുണ്ട്? നമ്മള് നോക്കാറില്ല. നമ്മള് വല്ലപ്പോഴും ബ്യൂട്ടിഫുൾ ഒക്കെ ആണെങ്കിൽ മാത്രമേ നമ്മള് ലൈഫിൽ നമ്മള് സ്റ്റാർസ് നോക്കാൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നോക്കുന്നുണ്ട്, അല്ലാണ്ട് നോക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് നോക്കുന്ന ആള് പെട്ടെന്ന് നോക്കും മുകളിൽ സാധനം കണ്ടു അത് UFO എന്ന് പറയും, അല്ലാണ്ട് എന്തും ആകാം, പലതും ആകാം. അപ്പം പറയുന്നത് നമ്മുടെ ലോകത്ത് ഇഷ്ടംപോലെ ആൾക്കാർ സ്പേസിലോട്ട് തന്നെ നോക്കിയിരിപ്പുണ്ട്. അതിനുള്ള ആൾക്കാർ അവരൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അത് വന്നു. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നുന്നു വെച്ചാല്, വേറൊരു ഇതും പറയുന്ന വെച്ചാൽ നമുക്ക് യൂണിവേഴ്സിൽ ഒരു സ്പേസ് ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ട്. ഒരു നമുക്ക് മാക്സിമം പോകുന്ന സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിന്റെ സ്പീഡാണ്. അപ്പൊ അത് വെച്ച് പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ അടുത്തുള്ള സോളാർ സിസ്റ്റത്തിൽ എത്തുമെങ്കിൽ നമ്മൾ ലൈറ്റിന്റെ സ്പീഡിൽ പോയാൽ ലൈറ്റിന്റെ സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ മാസ് 0 ആകും. അതുപോലെ അൻഷ്യൻ സിറ്റുവേഷൻ ആക്കുക, അത് വേറെ ഇതാണ്. അപ്പൊ ആ സ്പീഡിൽ പോയാൽ തന്നെ, ഇപ്പൊ നമ്മൾ സപ്പോസ് അങ്ങനെ പോയാൽ തന്നെ അടുത്തൊരു സ്റ്റാറിൽ എത്തണമെങ്കിൽ 4 വർഷം എടുക്കും. അതായത് നമ്മുടെ ഇപ്പം ആൽഫ സെഞ്ചുറി, ആ സ്റ്റാർ സിസ്റ്റം ഇല്ല, ആ സെഞ്ചുറി ആൽഫ സെഞ്ചുറി, ആ സ്റ്റാർ സിസ്റ്റത്തിൽ എത്തണമെങ്കിൽ തന്നെ അവർ നമ്മുടെ ഇവിടെ നിന്ന് 4 ലൈറ്റ് ഇയേഴ്സ് ഒക്കെ മുമ്പിലാണ് നിൽക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് ഈ ലൈറ്റ് സ്പീഡിൽ പോയാൽ തന്നെ 4 വർഷം എടുക്കും. അപ്പം അടുത്തൊരു ഹാബിറ്റബിൾ സ്പേസിലോട്ട് പോകണമെങ്കിൽ എത്ര വർഷം എടുക്കും? നമുക്കത് പോസിബിൾ അല്ല. അല്ലെങ്കിൽ പിന്നെ ഇൻട്രസ്റ്റെല്ലാ സിനിമയിൽ കാണിക്കുന്ന വോം ഹോൾ ഒക്കെ ഉണ്ടാക്കി നമ്മൾ അത് വേറെ ടോപ്പിക്കാണ്, നമുക്ക് ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതൊരു നല്ല വീഡിയോ ആയിട്ട് എനിക്ക് തോന്നുന്നു. മീൻസ് ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്, അപ്പം എനിക്ക് തോന്നിയിട്ടല്ല നിങ്ങൾക്ക് തോന്നുന്നു, നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സംസാരിക്കും. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും ടോപ്പിക് കിട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പം അത് ഒരു വീഡിയോ ആക്കുന്നു, സയൻസ് ബേസ്ഡ് നമ്മൾ വീഡിയോസ് ആക്കുന്നു. സയൻസ് മാത്രമല്ല, നമ്മള് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്ത് വീഡിയോസ് നമ്മൾ തുടങ്ങിയത് ഈ ഒരു സയൻസ് ബേസിലാണ്. അതൊരു കുറച്ച് ക്യൂരിയോസിറ്റി ഉള്ള വീഡിയോ ആയതുകൊണ്ട് ഞങ്ങൾ അത് തുടങ്ങിയതാണ്, സ്റ്റാർട്ട് ചെയ്തത്.
അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അല്ല സോറി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ അല്ല കേട്ടോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, കമന്റ് ചെയ്യുക. പിന്നെ കമന്റ്സ് എഴുതാം. പുതിയ വേറെ ടോപ്പിക്സ് ഏതെങ്കിലും വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിനകത്തുനിന്ന് വേറെ എന്തൊക്കെ ഞങ്ങളിപ്പം ഡിസ്കസ് ചെയ്യാത്ത വേറെ എന്തെങ്കിലും ഒരു പുതിയ എന്തെങ്കിലും ഇൻഫർമേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് അതും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ നമുക്ക് കാണാം. ബൈ. ബൈ. താങ്ക് യു.